പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല പല കണ്ടുപിടുത്തങ്ങൾ, പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ കണ്ണിന് വിസ്മയമായി തോന്നും, അതിശയകരമായി തോന്നും. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മാത്രമല്ല വിസ്മയം, നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ അനേക കാഴ്ചകളും അനേക തോട്ടങ്ങളും വൃക്ഷങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിനെ അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച മാധുര്യത നമ്മുടെ ജീവിതത്തിൽ തരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്നൊരു നഴ്സറിയിൽ പോയാൽ ആ നഴ്സറിയിൽ പല വൃക്ഷത്തൈകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ വൃക്ഷത്തൈകൾക്കെല്ലാം മനുഷ്യനോട് പറയുവാൻ ഒരു വാഗ്ദാനമുണ്ട്. എന്താണ് ആ വാഗ്ദാനം എന്നറിയാമോ? ഞാൻ 1-ാം വർഷം കായ്ക്കുന്നു, അല്ലെങ്കിൽ വേറൊരു തൈ പറയുന്നു ഞാൻ 2-ാം വർഷം കായ്ക്കുന്നു, വേറൊന്ന് സംസാരിക്കുന്നു ഞാൻ 3-ാം വർഷം കായ്ക്കുന്നു. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്ന വൃക്ഷത്തൈകൾ നമുക്ക് നഴ്സറികളിൽ കിട്ടും. അതെല്ലാം മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് മാത്രമല്ല, യേശുവിൻ്റെ കാലത്തും ഇങ്ങനെ 1-ാം വർഷം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ച് കർത്താവ് പറയുകയുണ്ടായി. അതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് വച്ചിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6, 7, 8 ഭാഗം കർത്താവ് പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, കായ്ക്കുന്ന ഫലം കൊടുക്കുന്ന മനോഹരമായ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കൽ ആ ഉടയവൻ പോയി നഴ്സറിയിൽ നിന്ന് ഒരു അത്തിത്തൈ വാങ്ങിക്കൊണ്ടുവന്നു. ആ അത്തിത്തൈക്ക് ഒരു വാഗ്ദാനമുണ്ടായിരുന്നു, ഞാൻ 1-ാം വർഷം കായ്ക്കുന്ന അത്തിവൃക്ഷമാണ്. അങ്ങനെ ആ അത്തിവൃക്ഷത്തെ സ്നേഹിച്ച് ആ അത്തിവൃക്ഷത്തെ അവിടെ നട്ടു. 1-ാം വർഷം അതിൻ്റെ ഫലമെടുക്കുവാൻ ഉടയവൻ വന്നു, പ്രതീക്ഷയോടെ. കായ്ച്ചില്ല. 2-ാം വർഷം വന്നു, കായ്ച്ചില്ല. 3-ാം വർഷവും ഫലം തേടി വന്നു, കായ്ച്ചില്ല. ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ ആ ഉടയവൻ്റെ പ്രതീക്ഷയെല്ലാം മങ്ങിപ്പോയി. അങ്ങനെ ഉടയവൻ പറഞ്ഞു, ഇനിയും സമയം കളയണ്ട, ഇതിനെ ഈ ഫലം ഇല്ലെങ്കിൽ ഈ നിലത്തെ മെനക്കെടുത്തുവാൻ വേണ്ടി ഇതിനെ വെച്ചേക്കണ്ട, അതിനെ വെട്ടിക്കളയുക. അപ്പോൾ ആ തോട്ടക്കാരൻ, ആ തോട്ടത്തെ ശുശ്രൂഷിക്കുന്ന അദ്ദേഹം വന്ന് ആ ഉടയവനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ വർഷം മുഴുവനും ഇതിന് ചുറ്റോട് ചുറ്റും കിളയ്ക്കാം, അതിന് വളമിടാം, ഈ വർഷം കൂടെ നിൽക്കട്ടെ, തീർച്ചയായിട്ടും ഫലം തരും, തന്നില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഈ ഒടുവിൽ ആ തോട്ടക്കാരൻ പറഞ്ഞതായ വാക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തോട് തത്തുല്യപ്പെടുത്തി നമുക്ക് തന്നെ നമ്മുടെ അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അനേക അർത്ഥശകലങ്ങൾ ഈ ഉപമകളിൽ കർത്താവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാം ഇന്ന് ഒരു യുദ്ധകാലത്താണ് ജീവിക്കുന്നത്. ഈ യുദ്ധകാലത്ത് ഉപയോഗിക്കുന്ന അനേക ആയുധങ്ങളിൽ വിശേഷപ്പെട്ട ഒരു ആയുധമുണ്ട്, ക്ലസ്റ്റർ ബോംബ്. എന്താണ് ഈ ക്ലസ്റ്റർ ബോംബ്? ആകാശത്ത് വെച്ച് പൊട്ടി പല ദിശകളിലേക്ക് ചിതറി പലയിടങ്ങളിൽ അത് നാശനഷ്ടം സൃഷ്ടിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞ ഉപമകളിലെല്ലാം വളരെയധികം ക്ലസ്റ്ററിക് നേച്ചർ ഉണ്ടായിരുന്നു. ആകാശത്ത് വെച്ച് അത് പൊട്ടി വിതറും. മനുഷ്യൻ്റെ പല ജീവിത ശൈലികളിൽ, പല ജീവിത സാഹചര്യങ്ങളിൽ, അനേക ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, അനേക സ്വഭാവങ്ങളിൽ അത് പ്രതിഫലിച്ച് അവനോട് തന്നെ സംസാരിക്കുന്ന പല വിഷയങ്ങളായി അത് മാറുമായിരുന്നു. അങ്ങനെ ഒരു കാര്യമാണ്, ഒരു ക്ലസ്റ്റർ പാരബിളാണ് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ അത്തിവൃക്ഷം? നമുക്ക് കർത്താവ് പറഞ്ഞ ഉപമയുടെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വരാം. ഈ അത്തിവൃക്ഷം സാധാരണയായി മുന്തിരിത്തോട്ടത്തിലല്ല നടുന്നത്, അത് അത്തിവൃക്ഷത്തോട്ടങ്ങളുണ്ട്. എന്നാൽ അത്തിവൃക്ഷത്തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഒരത്തിയെ കർത്താവ് കണ്ടു, ദൈവം കണ്ടു. ആ അത്തിയെ ദൈവം സ്നേഹിച്ചു. ആത്മീക പശ്ചാത്തലത്തിലേക്കാണ് വരുന്നത്. ഒരുപാട് ഭൗമിക കാര്യങ്ങൾ, പശ്ചാത്തലങ്ങളും അർത്ഥങ്ങളും അതിന് പിന്നിലുണ്ടെങ്കിലും അല്പമായ സമയത്തിനുള്ളിൽ ആത്മീക പശ്ചാത്തലത്തെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം. ഈ അത്തിയെ ദൈവം സ്നേഹിച്ചു, അതിനെ വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്നു. ആ അത്തിവൃക്ഷത്തെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു, അതിൽ നട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? നിന്നെ കുടുംബത്തിൽ നിന്നും, വംശത്തിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ജാതിയിൽ നിന്നും, ഭാഷയിൽ നിന്നും ദൈവം വില കൊടുത്ത് വിളിച്ചു, വേർതിരിച്ചു, ഏകനായി നിന്നെ വിളിച്ചു കൊണ്ടുവന്നു. അബ്രഹാമിനെ വിളിച്ചതുപോലെ നീ നിന്റെ സ്വദേശത്തെയും സ്വന്തം ജാതിയെയും വംശത്തെയും നിനക്കുള്ളതിനെയെല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് നീ വരിക
എന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ കർത്താവ് വിളിച്ചും കൊണ്ട് വന്ന് ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടു. എന്താണ് ഈ മുന്തിരിത്തോട്ടം? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. എന്താണ് ഈ സാക്ഷികൾ? തക്ക സമയത്ത് ഫലം കൊടുക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അനേക ഗുണദോഷങ്ങൾ നിനക്ക് ചുറ്റോട് ചുറ്റുമുണ്ട്. ഉടയവനോട് വിശ്വസ്തത കാണിക്കുന്ന അനേക അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നെ മുൻപിൽ അത് കാണിക്കുകയുണ്ടായി. അതിനുശേഷം ഉടയവൻ നീ കൊടുത്ത വാഗ്ദാനത്തിന് പ്രകാരം 1-ാം വർഷം നിന്റെ അടുത്ത് വന്നു, ഫലമില്ല. എന്താണ് ഈ 1-ാം വർഷം? നിന്റെ ബാല്യകാലം. ആ ബാല്യകാലത്തിൽ തന്നെ ഫലം കായ്ക്കുമെന്നാണ് നീ ദൈവത്തോട് പറഞ്ഞത്. വിളിച്ചു കൊണ്ടുവന്ന കാലത്ത് തന്നെ, അതേ സമയത്ത് തന്നെ ദൈവത്തിനു വേണ്ടി ഫലം കൊടുക്കുവാൻ ധാരാളം പ്രയത്നങ്ങൾ നീ നടത്തി. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് ഫലം കണ്ടില്ല. സാരമില്ല, ദൈവം നിന്നോട് ക്ഷമിച്ചു. 2-ാം വർഷം നിന്റെ അടുത്ത് വന്നു. എന്താണ് ഈ 2-ാം വർഷം? യൗവനകാലം. ആ യൗവനകാലത്തിലും ഫലം കായ്ക്കുവാനും ദൈവത്തോട് വിശ്വസ്തത പാലിക്കുവാനും നിനക്ക് സാധിച്ചില്ല. സാരമില്ല, ദൈവം നിന്നോട് ക്ഷമിച്ചു. 3-ാം വർഷം നിന്റെ അടുത്ത് വന്നു. എന്താണ് ഈ 3-ാം വർഷം? വാർദ്ധക്യകാലം. ആ വാർദ്ധക്യകാലത്ത് വന്നപ്പോഴും പഴയ രീതിയിൽ ദൈവം തരുന്നതായ അനുഭവങ്ങളെ സന്തോഷത്തോടെ ആഹരിക്കുകയല്ലാതെ, അനുഭവിക്കുകയല്ലാതെ, മുന്തിരിത്തോട്ടങ്ങളുടെ മധ്യത്തിൽ രാജാവായി നീ വസിക്കുകയല്ലാതെ നിന്നിൽ നിന്ന് ഉടയവന് ഫലമൊന്നും കൊടുക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഉടയവൻ നിന്നെ വെട്ടിക്കളയാൻ തീരുമാനിച്ചു. എങ്കിലും നിന്നെ കരുതുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തു. കർത്താവ് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്തു. ഉടയവനെ തോട്ടക്കാരനോട് പറയുകയാണ്, ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ കിളയ്ക്കാം, അതിനു ചുറ്റും വളമിടാം. ദൈവം തരുന്ന ദീർഘക്ഷമയുടെ പശ്ചാത്തലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ഈ 3 വർഷക്കാലം കർത്താവ് ഫലം നോക്കിയ അനുഭവത്തെ, കാലഘട്ടത്തെ കാണിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില പ്രോമിസറി ചെയ്ത് ദൈവത്തോട് വിശ്വസ്തത എങ്ങനെ പാലിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എങ്ങനെ വിശ്വസ്തത പാലിക്കാം, സമൂഹത്തോട് എങ്ങനെ വിശ്വസ്തത പാലിക്കാം എന്നൊക്കെ പറഞ്ഞ് നാം പല രീതിയിൽ ദൈവസന്നിധിയിൽ ചില നിയമങ്ങൾക്ക് അധീനമായി നമ്മുടെ ജീവിതം ആരംഭിച്ചു. പക്ഷെങ്കിൽ കാലങ്ങൾ കടന്നു. ആ ബാല്യകാലത്തൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. 2-ാം വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൈവം സന്തതികളെ തന്നു, കുടുംബ പശ്ചാത്തലങ്ങളെ തന്നു. എങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം നമ്മളെ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരാക്കി, വല്യമ്മച്ചിമാരാക്കി. എന്നിട്ടും നമ്മളിൽ വിശ്വസ്തത പാലിക്കുവാനും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാനും കഴിഞ്ഞില്ല. ഒടുവിൽ നമ്മൾ വിചാരപ്പെടുന്നവരായി, ഭാരപ്പെടുന്നവരായി തീർന്നു. അത്തിവൃക്ഷത്തിൽ നിന്ന് 3 വർഷം ഫലമന്വേഷിച്ചു വന്നതായ തോട്ടക്കാരൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പല ദിശകളിൽ അത് പ്രത്യക്ഷപ്പെടും. ആത്മീക ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം ബാല്യകാലം, യൗവനകാലം, വാർദ്ധക്യകാലം എന്നിങ്ങനെ 3 ദിശകളുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകളിലെല്ലാം ഈ 3 വർഷത്തിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഈ 3 കാലഘട്ടത്തെ സ്പർശിക്കുന്ന അനേക ഉപമകളും ഉപദേശങ്ങളും കർത്താവ് പറയുകയുണ്ടായി. അന്വേഷിപ്പീൻ, കണ്ടെത്തും, മുട്ടുവീൻ, തുറക്കപ്പെടും, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം നമ്മുടെ ബാല്യകാലം, യൗവനകാലം, വാർദ്ധക്യകാലം എന്നിങ്ങനെ 3 കാലഘട്ടങ്ങളെക്കുറിച്ചുള്ളതായ വലിയ ചില സന്ദേശങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഫലം കൊടുക്കാൻ കഴിയാതെ വന്നതായ ഒരു കാലഘട്ടത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്നതായ ഒരു സന്ദേശം എന്താണെന്നറിയാമോ? നമുക്ക് ചുറ്റും കിളയ്ക്കുന്നത് കണ്ട്, ഇളക്കം കണ്ടുകൊണ്ട് മനസ്സിൽ ഭാരപ്പെടുന്ന ഹൃദയങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ള ഒരു സന്ദേശം. നിന്നെ മുടിച്ചു കളയുവാനല്ല നിനക്ക് ചുറ്റും കിളയ്ക്കുന്നത്, നിന്നെ പറിച്ചു കളയുവാനല്ല നിനക്ക് ചുറ്റും കിളയ്ക്കുന്നത്, നിന്നിൽ വളമിട്ടും കൊണ്ട് നിന്നിൽ നിന്ന് ഫലമന്വേഷിക്കുന്ന അരുമനാഥൻ്റെ ഉടയവൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിന്നെ പ്രസൻറ്റ് ചെയ്യാമോ എന്ന് നോക്കി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചലനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വയസ്സിൻ്റെ ദൈർഘ്യമല്ല, 3 വർഷത്തിൻ്റെ കാലഘട്ടമാണ് പ്രധാനം. മുന്തിരിത്തോട്ടത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ആ മുന്തിരികൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ സ്നേഹിച്ച് പ്രതീക്ഷയോടെ നിന്നെ കൊണ്ടുവന്ന് നട്ടപ്പോൾ ഏകനായി നട്ടു. നിന്നെ മറ്റ് ശല്യങ്ങളൊന്നും ചൂടലുകളൊന്നും ഇല്ലാതെ അനുഗ്രഹത്തോടെ നിന്നെ കൽപ്പിച്ചാക്കി. നിനക്ക് പ്രതീക്ഷയോടെ നിനക്ക് വേണ്ടതെല്ലാം തന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലം കൊടുക്കുവാൻ കഴിയാതെ വന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒരു ചിന്ത, ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള
ഒരു തിരിഞ്ഞ നോട്ടം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലായെങ്കിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും കിളയ്ക്കുവാൻ ഓർഡർ കൊടുക്കും. ആ കിളയ്ക്കുമ്പോൾ നമ്മുടെ വേരുകൾ പറയും, നമ്മുടെ ബന്ധങ്ങൾ പറയും. നമ്മൾക്ക് വിചാരം ഇപ്പോൾ നമ്മൾ വാടിപ്പോകും. ആ കിളയ്ക്കുന്ന സമയത്ത് അനേക ചെടികൾ വാടി നിൽക്കുന്നത് പോലെ തന്നെ ചില വേരുകൾ പറഞ്ഞ് അവിടെ ഒരു വാട്ടം സംഭവിക്കുന്ന പോലെ തന്നെ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിത അന്തരീക്ഷത്തിലുമൊക്കെ നമ്മൾക്ക് വരുന്ന വാട്ടം നമ്മൾ ചിന്തിക്കും നമ്മെ ദൈവത്തിന് ഇഷ്ടമില്ല, നമ്മെ പറിച്ചു കളയുകയാണ്. യെസ്, തീർച്ചയായിട്ടും നമ്മളോട് ദൈവത്തിന് കണക്ക് തീർക്കുവാൻ ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഫലം കൊടുക്കുവാൻ കഴിയാതെ പോയ ചില കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മീക ജീവിതത്തിലെ ബാല്യകാലം, ആത്മീക ജീവിതത്തിലെ യൗവനകാലം, ആത്മീക ജീവിതത്തിലെ വാർദ്ധക്യകാലം, ഈ വാർദ്ധക്യകാലത്ത് വരെയും ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി തീരുവാൻ സാധിച്ചില്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ ദിവസം തോറും പ്രാപിക്കുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ ഒരിളക്കം, ഒരു വലിയ ഒരു കിളയ്ക്കൽ നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചാക്കുന്നു. ആ കിളയ്ക്കലിൽ നമുക്ക് ചിലപ്പോൾ വേദനയുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഭാരങ്ങളുണ്ടാകും. നമുക്ക് എന്താകും ഇതിൻ്റെ അവസാനമെന്നറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആവലാതി, ഒരു കരച്ചിലിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവം. അയ്യോ, കർത്താവിൻ്റെ ഉടയവൻ എന്നെ പിഴുതെറിയാൻ പോകുന്നതുള്ളൊരു ഭാരം. എന്നാൽ ആ ഒരു ഭാരത്തിന് പിന്നാലെ ഇതാ വളരെയധികം നല്ല ഫലം കൊടുക്കുന്നതായ വൃക്ഷങ്ങളായി ദൈവം നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലം കൊടുക്കുന്ന വൃക്ഷം, മനോഹരമായ വൃക്ഷം, നാം ദൈവത്തോട് പറഞ്ഞത് ആ വാക്ക് പാലിക്കുന്ന ജീവിതങ്ങൾ, നമുക്ക് ദൈവത്തിൽ നിന്ന്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ അനുഭവങ്ങളുടെ ഒരു പൂർണ്ണതയേറിയ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രാപ്തി. എന്നാൽ ഇതാ ദൈവം നമുക്ക് ചുറ്റും കിളയ്ക്കുവാൻ ആരംഭിക്കുകയാണ്. ജീവിതങ്ങളുടെ ചുറ്റും കിളയ്ക്കുന്ന അനുഭവത്തിൽ കൂടെ ഈ കാലഘട്ടത്തിൽ അനേകരെ കടത്തിവിടുകയാണ്. ദൈവത്തിന് മഹത്വം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിന്നിൽ ഫലം അന്വേഷിച്ചു കണ്ടില്ല താനും. ഉടയവൻ നിനക്ക് ചുറ്റും കിളയ്ക്കുവാൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നല്ല ഒരു നാളേക്കായി, നല്ല ഒരു പ്രതീക്ഷയ്ക്കായി, വീണ്ടും ഒരു ജീവിതം നിന്നിൽ നിന്ന് ഉടയവൻ പ്രതീക്ഷിച്ചുകൊണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നാം ചെയ്ത വാഗ്ദാനം എന്താണെന്ന് ചോദിച്ചാൽ ആ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കൊന്ന് കടന്നു വരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മെ വിളിച്ചു കൊണ്ടുവന്നത്, ദൈവം നമ്മെ വേർപെടുത്തി കൊണ്ടുവന്നതായ ആ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനേക അത്തിവൃക്ഷ കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മൾ നിന്ന് വെയിലും വെളിച്ചവും ജലവും നല്ലതുപോലെ ലഭിക്കാതെ വലഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു വേർപെടുത്തിക്കൊണ്ടുവന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തിൻ്റെ മധ്യത്തിൽ നമ്മെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ഉടയവന് നമ്മിൽ കൂടെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ളതായ ഒരു ഫലം ദൈവത്തിന് കൊടുക്കുവാൻ പ്രാപ്തമുള്ള ഒരു ജീവിതം നമുക്ക് ചെയ്യുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, കുടുംബ ജീവിതത്തെ സഹായിക്കട്ടെ, ആത്മീക ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെ സഹായിക്കട്ടെ, വിശ്വാസ ജീവിതത്തിൻ്റെ മാർഗങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.